തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. കൊള്ള നടത്തിയത് കടം വീട്ടാനെന്നാണ് റിജോ പോലീസിനോട് പറഞ്ഞത്. മോഷ്ടിച്ച പണത്തിൽ നിന്ന് 3 ലക്ഷം രൂപയെടുത്ത് കടം വീട്ടിയതായും ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഈ ഹിന്ദി സിനിമയൊക്കെ അതിന്റെ സ്ക്രിപ്റ്റൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു കവർച്ച നടത്തിയത്. പക്ഷേ തിരിച്ചടിയായത് ഇയാളുടെ കുടവയറും ഷൂസും ആണോ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സാഹസത്തിന് മുതിർന്നത് എന്നതാണ് ഇപ്പോൾ ഈ റിജോ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. ശ്രീജ, ഇക്കാര്യത്തിൽ ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഇയാളുടെ ഒരു ജീവിതം, ഒരു ആഡംബര ജീവിതമായിരുന്നു. ഭാര്യ വിദേശത്ത് ജോലി ചെയ്യണ നഴ്സാണ്. അവരിൽ നിന്ന് ലഭിച്ച പണമാണ് ഈ രീതിയിലേക്ക് അവർ അയച്ചുകൊണ്ടിരുന്ന പണം ആർഭാട ജീവിതത്തിലേക്ക് ഇയാൾ വഴിമാറ്റുകയായിരുന്നു. വലിയ രീതിയിലേക്ക് കടബാധ്യതകൾ വന്നു. അത് ഇയാളെ കൊണ്ട് തീർക്കാൻ പറ്റാത്ത രീതിയിലേക്കെല്ലാം തന്നെ ഇയാൾ മാറിയിരുന്നു. പിന്നീട് കണ്ട വഴി എന്ന് പറയുന്നത് ഈ രീതിയിൽ പണം സമാഹരിക്കുക എന്നതാണ്. ഭാര്യ അവധിക്ക് വരാറായി, നാട്ടിലേക്ക് വരാറായി. അപ്പോഴേക്കും ഇത് തീർക്കാനായിട്ട് ഇയാൾ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് കൊള്ളയടിക്കുക എന്നാണ്. ബാങ്ക് കൊള്ളയടിക്കുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നത്. പോലീസ് ഇയാൾ പറയുന്ന ഈ കാര്യങ്ങൾ അത് പരിശോധിക്കുന്നുണ്ട്. ഇയാൾക്ക് കടബാധ്യത ഉണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസിന് ഇപ്പോഴും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത് മറ്റെല്ലാവരും ഉന്നയിക്കുന്ന പോലൊരു സംശയമാണ്. ഒരു ബാങ്ക് കൊള്ളയടിച്ച് കടന്നു പോകാൻ ഇത്ര വളരെ പെട്ടെന്ന് ഒരു പരിചയമില്ലാത്ത, ഒട്ടും പ്രൊഫഷണൽ ഈ രംഗത്ത് ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് ഈ വീട്ടിലെ കറിക്കത്തെയും കൊണ്ടുവന്ന് ബാങ്ക് കൊള്ളയടിച്ച് പോയി എന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. അതിൽ പോലീസ് പറയുന്നത് ഈ നിരന്തരമായി നിരീക്ഷിച്ച ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നെല്ലാം ഇയാൾ പറയുമ്പോഴും അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. ഇയാളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതിന് ഇന്നിപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളാണ്. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ എല്ലാം തന്നെ കഴിഞ്ഞു. ഇന്ന് പോലീസ് ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും കോടതിയിലേക്ക് ഇയാൾ എത്തിക്കുക. അതിനു മുൻപ് പോലീസിന് ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യവും കാര്യങ്ങളും എല്ലാം നിരീക്ഷിച്ച പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇയാൾ തന്നെയാണ്, ഒറ്റയ്ക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നതാണ്. എങ്കിൽ കൂടിയും അതിനൊരു ആധികാരികത വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കും. പോലീസിന് 3 ദിവസത്തോളം ഇത്രയും വലിയൊരു കവർച്ച നടത്തിയിട്ട് 3 ദിവസത്തോളം ഇയാൾ മറയത്തായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇയാൾ അതിനുവേണ്ട ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ നടത്തിയിരുന്നു. അതിന് ഒരു പരിധിവരെ ഇയാൾ വിജയിക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. ഈ 3 തവണ അയാൾ ധരിച്ചിരുന്ന വസ്ത്രം മാറിയിരുന്നു ഈ യാത്രക്കിടയിൽ തന്നെ. അതോടൊപ്പം തന്നെ സ്കൂട്ടർ അതിൻ്റെ ഒരു റിയർ ആ കാര്യങ്ങൾ കണ്ണടിയെല്ലാം തന്നെ അഴിച്ച് മാറ്റിയതിന് ശേഷം ആ രീതിയിലും എല്ലാം തന്നെ ഇയാൾ പോലീസിനെ ഒരു പരിധിവരെ എല്ലാം തന്നെ കബളിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇയാൾ ധരിച്ചിരുന്ന ഷൂസ്, അതിലെ ചില അടയാളങ്ങൾ കൃത്യമായി എല്ലാ ഫ്രെയിമിലും കൃത്യമായി പോലീസ് പരിശോധിച്ചു. ഏതാണ്ട് 500ഓളം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു എന്നാണ് പറയുന്നത്, ക്യാമറകൾ. ഇതിൽ നിന്നാണ് ഈ ഒരു പൊതു അടയാളത്തിലേക്ക് വരികയും അതോടൊപ്പം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇയാൾ കബളിപ്പിച്ച പലയിടങ്ങളിലൂടെ യാത്ര ചെയ്തു. പക്ഷേ ഈ സ്കൂട്ടറിനെ കുറിച്ച് പൊതുവായിട്ട് തന്നെ ഈ മേഖലയിലെല്ലാം തന്നെ അന്വേഷിക്കുകയും ഈ സ്കൂട്ടറിലേക്ക് തന്നെ പോലീസ് അന്വേഷണം എത്തുകയും എല്ലാം ചെയ്തു. അതിനുശേഷമാണ് ഓരോ സോൺ തിരിച്ച ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ, സ്കൂട്ടറിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഉടമസ്ഥരെക്കുറിച്ചെല്ലാം തന്നെ അന്വേഷിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തു. പിന്നീടാണ് റിജോ ആന്റണിയിലേക്ക് എത്തുകയും ഇയാളെക്കുറിച്ച് പോലീസ് വ്യക്തമായിട്ട് അന്വേഷിക്കുകയും എല്ലാം ചെയ്തു. പിന്നീട് ഈ രൂപസാദൃശ്യം, ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിലും മറ്റ് രൂപസാദൃശ്യങ്ങളെല്ലാം തന്നെയും അവർ അനുകൂലമാവുകയും ഇയാളുടെ മൊബൈൽ നമ്പർ ശേഖരിക്കുകയും അത് ട്രാക്ക് ചെയ്യുകയും അത് ഈ ദിവസങ്ങളിൽ എവിടെയായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽസ് എടുക്കുകയും ചെയ്തതോടുകൂടിയാണ് റിജോയിലേക്ക് ഈ അന്വേഷണം ഒതുങ്ങുന്നതും. അത് ഇന്നലെ രാത്രിയോടുകൂടി പോലീസ് വീട്ടിലേക്ക് എത്തുകയും പിന്നീട് ഇയാളെ കസ്റ്റഡിയിലാക്കുകയും ചെയ്തത്. പിന്നീട് ഇയാൾ എല്ലാം തന്നെ സമ്മതിക്കും. 10 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ബാങ്കിലുണ്ടായിരുന്ന കടം തീർക്കുന്നതിന് വേണ്ടിയാണ് മറ്റൊരു ബാങ്ക് തന്നെ കൊള്ളയടിച്ച് ഈ പണം ഒപ്പിച്ചതെന്നെല്ലാം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നുണ്ട്. അത് ഈ ഒരു കാര്യത്തിലാണ്. മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു സഹായം ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അക്കാര്യത്തിലുള്ള ചോദ്യം ചെയ്യലും കാര്യങ്ങളുമായിരിക്കും ഇന്ന് ഉണ്ടാകുക. എന്തായാലും പണം അയാൾ ഇന്ന് 10 ലക്ഷം രൂപയോളം കണ്ടെത്തിയിട്ടുണ്ട്. തനിക്കുണ്ടായ ഒരു കടബാധ്യത തീർക്കാൻ
തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയതെന്നാണ് നിലവിൽ അയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അത് മാത്രമായിരുന്നു ഉണ്ടായത്, കവർച്ചയിലും ഇയാൾ മാത്രമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, 2 കാര്യങ്ങളിലാണ് പോലീസ് പരിശോധന നടത്തുന്നത്. ഇന്ന് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷമായിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കുക. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. റിജോ ആന്റണിയെ ഇന്ന് ഹാജരാക്കും. ഇയാൾക്ക് മറ്റെവിടെ നിന്നെങ്കിലും സഹായം കിട്ടിയിരുന്നോ എന്നതാണ് ഇനി പോലീസിന് പ്രധാനമായും അറിയാനുള്ള കാര്യം.